ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്ക് KST ഗെയിം വേൾഡിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ 10 എപ്പിസോഡായി. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്നാന്ന് വെച്ചാൽ ഒരു XP ഫാർം ഒന്ന് ഫുള്ള് ഡയമണ്ട് ആർമർ ടൂളിലോട്ട് മാറണം. ഇപ്പോൾ കണ്ടില്ല, അയൺ ആർമറാണ്. അത് നമുക്ക് നേരെ ഡയമണ്ട് ആർമർ ടൂളിലോട്ട് മാറണം. അതുപോലെ ഒരു എൻചാൻറ്റിങ് സ്റ്റേഷനും ഉണ്ടാക്കണം. അപ്പോൾ ലെവലിന് വേണ്ടി ഒരു ടൂളും XP ഫാർം വെക്കണം. ഒരു ഭംഗിക്ക് വേണ്ടി നട്ടതാണ്. കൊള്ളാമോ? പിന്നെ എന്നാ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പേ ഞാൻ കണ്ടതിൻ്റെ ഇതിനകത്ത് ഫോർച്യൂൺ 3യും മെൻറ്റിങ്ങും ഇട്ടിട്ടുണ്ട്. വില്ലേജേഴ്സിൻ്റെ നിന്ന് പിടിച്ചതാണ്. പിന്നല്ല, ഞാൻ എൻ്റെ ട്രേഡിങ് ഹാൾ കാണിച്ചായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചായിരുന്നു. അതൊന്ന് പൊലിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത് എല്ലാവർക്കും പണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോംബീസും കയറാണ്ടിരിക്കാനുള്ള കിണിയാണ്. ഇത് ഇത്രയും പേരെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇവിടാണ് ഫോർച്യൂൺ 3 തരുന്നത്. 3 അല്ല കേട്ടോ, 2 തരുന്നത്. അത് 3 ആക്കുന്നതാണ്. ഫോർച്യൂൺ 2 ആണുള്ളത്. അത് 3 ആക്കണം. അത് 2 ബുക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അങ്ങനെയാണ് 3 ആക്കുന്നത്. ഇവനൊന്നും തരുന്നില്ല. ഇവനെ ലോക്ക് ചെയ്തിട്ടില്ല. ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല. ഇനി ഇവനാണ് നമുക്ക് സിൽ ടച്ച് തരുന്നത്. സിൽ ടച്ച് പോയി. ഇതുണ്ട് 16 എമറാൾഡിന് സിൽ ടച്ച് തരും. അതുപോലെ തന്നെ താഴെ 7 എമറാൾഡിന് ഇവൻ തന്നെ സിൽ ടച്ച് തരും. എന്താണെന്ന് അങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് ഇവൻ എന്താണ് പറ്റിയെന്നറിയില്ല. പിന്നെ ഇവൻ നമ്മുടെ ടൂൾസ് ഇവനേതാ തരുന്നത്? ആക്സും പിക്കാസും തരും. ഈ 2 ആക്സും പിക്കാസും ഇവൻ്റെ നിന്ന് മേടിക്കാം. പിന്നെ എന്നാ കണ്ടില്ലേ, 19 എമറാൾഡിന് 30 എമറാൾഡിന്. ഇപ്പുറ സൈഡും ഉണ്ട്. ഇവൻ നമുക്ക് ആർമർ വരും. എല്ലാം ഒന്നുമില്ല, എന്നെ അങ്ങനെ കിട്ടാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടില്ലേ, ബൂട്ടും ഹെൽമറ്റും മാത്രമേ ഉള്ളൂ. മൊത്തം കിട്ടിയിരുന്നത് നല്ലതാണ്. എന്നെ തരത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ വടി കൊടുത്ത് എമറാൾഡ് മേടിക്കുന്നത്. ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഞാനിപ്പോൾ ട്രേഡ് ചെയ്തേ ഉള്ളൂ. ഞാൻ മാസ്റ്റർ ആക്കിയിട്ടില്ല. ഇവനെ അത് നമ്മൾ 2 വടി കൊടുത്ത് എമറാൾഡ് മേടിക്കുന്നവനുണ്ട്. ഇവനെ ആക്കിയിട്ടില്ല. ഇത് ഒരു കിടിലം ബോയൊക്കെ ഉണ്ട്. അൺബ്രേക്കിങ്ങും പവറും പഞ്ചും ഒക്കെ ഉള്ള കിട്ടിലാണ് അങ്ങനത്തെ ഒരുത്തൻ. പിന്നെ ഗൈസ്, വേറൊരു കാര്യമുണ്ട്. കണ്ടോണം, ആ സാധനം കണ്ട ഗോൾഡൻ ക്യാരറ്റ്. ഞാനിവനെ മാസ്റ്ററാക്കി. ഇനി തൊട്ട് നമ്മൾ ഗോൾഡൻ ക്യാരറ്റ് ആയിരിക്കും തന്നെ. ഇപ്പോൾ പൈസ ഇല്ലാണ്ട് മേടിക്കാൻ, അവിടെ പൈസ ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ചിരിക്കുക. ഇവൻ നമുക്ക് മെൻറ്റിങ് ബുക്ക് തരും. അത് 10 എമറാൾഡിന്. ഫസ്റ്റ് ട്രൈ കിട്ടിയതാണ് ഇത്. വെറും 10 എമറാൾഡിന് ഫസ്റ്റ് ട്രൈയിൽ കിട്ടിയതാണ്. ബാക്കി ഫോർച്യൂൺ 2 വരെ കുറേ നേരം നോക്കി നിന്നിട്ടാക്കി. ഇത് പിന്നെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യണം. അതൊക്കെ ഞാൻ ഓഫ് ക്യാമറയിലിരുന്ന് ചെയ്തോളാം. അപ്പം നേരെ മുകളിലോട്ട് പോകും. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ട്രേഡ് ചെയ്ത് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2.5 സ്റ്റാക്ക് എമറാൾഡ് ഉണ്ട്. മാത്രമല്ല കുറേ ലെഗിൻസ് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ അവനെ മാസ്റ്റർ ലെവലാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. എൻ്റെ തല ഉണ്ടായിരുന്നു. അതൊരു ചെയിൻ ഹെൽമെറ്റാണ്. ഇത് എൻ്റെ ഹെൽമെറ്റ് ഇവിടെ ഇരിക്കുന്നത്. ഇത്ര എമറാൾഡും ഉണ്ട്. പിന്നെ ഇവൻ നമുക്ക് ബുക്ക് തരും. നമുക്ക് മറ്റേ എൻചാൻറ്റ് സ്റ്റേഷനൊക്കെ ഇത് തന്നോളൂ. ഇവൻ്റെ നിന്ന് ബുക്ക് ഷെൽഫ് മേടിക്കാം. അതുപോലെ ലാൻഡാണ് അവൻ വിൽക്കുന്നുണ്ട്. അത് മേടിച്ചിട്ട് ഇവിടെ അങ്ങ് തൂക്കിയിട്ടു. ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് തന്നല്ല. പിന്നെ ഫോർച്യൂൺ 3 പിക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് മൈനിങ്ങിന് പോയായിരുന്നു. ഇതിപ്പോൾ 42 ഡയമണ്ട് ആയിട്ടുണ്ട്. കുറച്ച് നേരം മൈൻ ചെയ്തുള്ളൂ. പിന്നെ അങ്ങോട്ട് മൊത്തം ലാവയായിരുന്നു. അതുകൊണ്ട് മൈൻ ചെയ്യാൻ പറ്റിയില്ല. അത്ര തന്നെ. നമുക്ക് പിന്നെ കുറച്ച് ഒബ്സിഡിയൻ മൈൻ ചെയ്യാൻ വേണ്ടി നെതർ പോർട്ടലിനായാലും മറ്റേ മിസ്ക്ലിക്കിൻ്റെ ദൈവമാണ് ഞാൻ. പിന്നെ ഇപ്പോൾ പറയാൻ വന്നില്ല. നമ്മുടെ ബ്രീഡർ വർക്കിംഗ് ആട്ടോ ഗൈസ്. മറ്റേ വില്ലേജേഴ്സ് അവിടെ കുറേ ഇപ്പോൾ ഉണ്ട്. എത്ര ഉണ്ടെന്നറിയില്ല, കാണാൻ പറ്റുന്നില്ല. എത്ര ഉണ്ടെന്ന് കാണാൻ പറ്റുന്നില്ല. തന്നെ ഇറങ്ങാൻ പറ്റാത്ത ഇറങ്ങി. ഇത് കണ്ടേ, വില്ലേജേഴ്സ് ഉണ്ട്, എത്ര ഉണ്ടെന്ന് കാണാൻ പറ്റുന്നില്ല.
നമുക്ക് ഒബ്സിഡിയൻ മൈൻ ചെയ്യാൻ പോയി. ഒരു കാര്യം ചെയ്യും, അവൻ്റെ എഫിഷ്യൻസി 1 പിക്കാസ് ആയിരിക്കുന്നത്. നമുക്കത് മേടിച്ചിട്ട് മൈനിങ്ങിന് പോവാം, ഒബ്സിഡിയൻ മൈനിങ്ങിന് പോവാം. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമുക്ക് ഫുള്ള് ഡയമണ്ട് ആർമറും ടൂളും അങ്ങ് ആക്കി വയ്ക്കാം, എന്നിട്ട് മൈനിങ്ങിന് പോവാം. ഗൈസ് അങ്ങനെ ഫുൾ ഡയമണ്ട് ആർമർ ടൂളും മേടിക്കുകയും ക്രാഫ്റ്റ് ചെയ്യുകയും ചെയ്തു. 2 മേടിച്ചു, 2 ക്രാഫ്റ്റ് ചെയ്തു. നമുക്കതിങ്ങിടാം. സ്യൂട്ടപ്പായി. പിന്നെ അമറിൽ നിന്ന് മേടിച്ചാൽ എന്തൊക്കെയാണ് ഇവിടെ എൻചാൻറ്റൻസ് ഉണ്ട്, അത് കാര്യമാക്കണ്ട. അത് നമുക്ക് ഡിസ്എൻചാൻറ്റ് ചെയ്തിട്ട് നമുക്ക് എൻചാൻറ്റ് ചെയ്യാം. ഇനി എൻ്റെ എമറാൾഡ് കുറഞ്ഞു ഗൈസ്, 3 സ്റ്റാക്ക് ഉണ്ടായിരുന്നത് 1.5 സ്റ്റാക്കേ ഉള്ളൂ. നമുക്കിനി ഇതും കൂടെ മേടിക്കാം, ടൂൾസും കൂടെ മേടിക്കാം. പിക്കാസ് ഓൾറെഡി ഉണ്ട്. എഫിഷ്യൻസി 1 ഒരെണ്ണം മേടിക്കണം. ആക്സും മേടിച്ചേക്കാം, ശവലും ക്രാഫ്റ്റും കൂടെ ചെയ്തേക്കാം. എന്തായാലും ഡയമണ്ട് ഇരിക്കുകയല്ലേ. എന്താ പിക്കാസ് ആക്സ് എഫിഷ്യൻസി 1 ഇത് ആവശ്യമുണ്ട്. ഡയമണ്ട് മൈനിങ് ഒബ്സിഡിയൻ മൈൻ കുറച്ചും കൂടെ എളുപ്പമാക്കും. എല്ലാം അങ്ങ് പോട്ടെ. ഇനി നമുക്ക് അതായത് എഫിഷ്യൻസി ഫോർച്യൂൺ ഇപ്പോൾ എടുക്കണ്ട, നമുക്ക് ഫോർച്യൂൺ എടുത്ത് വെച്ചേക്കാം. ഫോർച്യൂൺ വേണ്ട, ഒരു ശവലും കൂടെ അങ്ങ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഞാനിത് അങ്ങോട്ടേക്ക് പോകാം. ശവൽ വടി ശവലാക്കട്ടെ ഗൈസ്. അങ്ങനെ ശവലും ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആവശ്യമുള്ള ആർമറും ടൂൾസും നമ്മളാക്കിയിട്ടുണ്ട്. കുറച്ച് എമറാൾഡ് ബാക്കിയുണ്ട്, അതുകൊണ്ട് നമുക്ക് ബുക്ക് ഷെൽഫ് മേടിക്കാം. മൊത്തം മേടിക്കാൻ പറ്റൂല എന്ന് തോന്നുന്നു. 15 ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. നമുക്ക് എത്ര കിട്ടും? 8 ഉള്ളൂ ഗൈസ്. 8 കൊണ്ട് തീർന്നു. തരാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. എമറാൾഡ് കയ്യിലില്ല. ഇപ്പം എന്ത് ചെയ്യും? വടി 57 എമറാൾഡിന് ഗൈസ്. ഇവനോ? ഇവനും 57 എമറാൾഡിന്. ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഒബ്സിഡിയൻ മൈൻ ചെയ്തുകൊണ്ട് വരാം. ആ സമയമാകുമ്പോഴത്തേക്കിനും ഇതാവുമല്ലോ. ഇവന്മാരെ റീസ്റ്റോക്ക് ചെയ്യുമല്ലോ. നമുക്ക് എഫിഷ്യൻസി 1 പിക്ക് ഒന്ന് മാത്രം എടുത്തുകൊണ്ട് പോകാം. സോഡും കൂടെ ഉണ്ടാക്കിയേക്കാം, ആവശ്യം വന്നാലോ. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസും കൊണ്ട് പോവാം. സോഡ ആക്കിയേക്കാം. ഇതിനൊക്കെ എൻചാൻറ്റ് ചെയ്യണം. പിന്നെ അത് എൻചാൻറ്റിങ് സ്റ്റേഷൻ ആക്കിയിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങോട്ട് പോട്ടെ, എല്ലാം അങ്ങോട്ട് പോട്ടെ. ഇപ്പം ഞാൻ 20 ഒബ്സിഡിയൻ മൈൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഞാനൊരു ബക്കറ്റ് വെള്ളം എടുക്കാൻ മറന്നുപോയി. അങ്ങോട്ടൊന്നും കുഴിക്കാൻ പറ്റത്തില്ല, അവിടെ ഫുൾ ലാവയാണ്. അതായത് ഇതിൻ്റെ ബാക്കിയാന്ന് തോന്നുന്നു. അവിടെ നമുക്ക് മണ്ടയ്ക്ക് കയറാൻ ഫുള്ള് കുഴിച്ച് വെച്ചിരിക്കാൻ. ഞാൻ ബ്ലോക്കും പൊട്ടിച്ചൊന്ന് കയറട്ടെ ഗൈസ്. അങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട്. ഞാനിവിടെ വെള്ളം പ്ലേസ് ചെയ്തിട്ട് ഒബ്സിഡിയനല്ലോ, ഇനി നമുക്ക് ഒബ്സിഡിയൻ ഒന്ന് മൈൻ ചെയ്തിട്ട് 20 ഒബ്സിഡിയൻ മൈൻ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. അങ്ങനെ ഇതും കൂടെ മൈൻ ചെയ്ത് കഴിയുമ്പോൾ 20 ഒബ്സിഡിയൻ സ്ട്രിങ്. അത് ഗൈസ് എൻ്റെ പൂച്ച ചത്തതിൻ്റെയാണ്. ക്രീപ്പർ വരുമ്പോൾ എടുത്തു വരാണ്ടിരിക്കാൻ വേണ്ടി അവനെ കൊണ്ടുവന്നു. ലാസ്റ്റ് അവൻ ലാവയിൽ പോയി. അത് ഞാൻ കണ്ടില്ല. ചത്ത് കഴിഞ്ഞപ്പോൾ അറിയുന്നത്. മറ്റേ സൈഡിൽ കമൻറ്റിൽ വരുമില്ലേ, അത് കണ്ടപ്പോഴാണ് ഞാൻ കാണുന്നത്. പുതിയ ഒരെണ്ണത്തിന് ടൈം ചെയ്യണം. ഞാൻ തിരിച്ച് മുകളിലെത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ പെട്ട പോലെ ഇവിടുന്ന് കുഴിച്ചെടുത്തിട്ട് അവന്മാർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും ഗൈസ്. നമുക്ക് എമറാൾഡ് മേടിക്കാം. നോക്കട്ടെ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോയെന്ന്. റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എമറാൾഡ് മേടിച്ചിട്ട് കുറച്ചും കൂടെ ബുക്ക് അങ്ങ് മേടിക്കാം. കുറച്ച് എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. അത് ഇവന് കൊടുത്ത് നമുക്ക് ബുക്ക് ഷെൽഫ് മേടിക്കാം. 9, 10 മാത്രമേ ഉള്ളൂ. ഇനി പറഞ്ഞാൽ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാം. എൻ്റെ ലെവലുണ്ട് ഗൈസ് 32, ഇപ്പോൾ 33. എല്ലാം ഇവന്മാരുടെ നിന്ന് ട്രേഡ് ചെയ്ത് ഈ ലെവലും കയറി കിട്ടി. അപ്പം ഞാൻ എൻചാൻറ്റിങ് ടേബിൾ ആക്കി കുറച്ച് ലെതറും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. കുറച്ച് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ക്രാഫ്റ്റ് ചെയ്യാം. എന്നിട്ട് വേറെ ഞാൻ പോയി ആക്കിക്കോളാം. എൻ്റെ കയ്യിൽ ഇത്രയും ബുക്ക് ഉണ്ടായിരുന്നു ഗൈസ്. 14 ആയിട്ടുണ്ട്.
ഒരു വുഡിൻ്റെ കുറവുണ്ട്. അതായത് ഓടിയായി. എനിക്ക് അച്ചീവ്മെൻറ്റ് കിട്ടി ഗൈസ്. അതിനകത്ത് തന്നെ ലൈബ്രറി ബുക്ക് ഷെൽഫ് ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു. ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ട് കളിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പേ ഇതൊക്കെ കിട്ടേണ്ടതാണ്. ഞാൻ ഈ നെറ്റ് ഓഫാക്കിയിട്ട് കളിക്കുന്നതുകൊണ്ട് ഇതൊന്നും കിട്ടാറില്ല. ഇല്ല നേരത്തെ ഫുള്ള് എല്ലാം കംപ്ലീറ്റ് ആയി. ഗൈസ് 15 ആയിട്ടുണ്ട്. ഇനി ഇത് പോയിട്ട് ഇവിടെ ബിൽഡ് ചെയ്യാം. ഞാനിതൊന്ന് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഗൈസ് അങ്ങനെ എൻചാൻറ്റ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെച്ച് എൻചാൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ആവശ്യത്തിന് ലെവലുണ്ട്. നമുക്ക് ഈ ഷവൽ വെച്ച് നോക്കി. അൺബ്രേക്കിംഗ് 3 നല്ലൊരു എൻചാൻറ്റാണ്. അടുത്ത അച്ചീവ്മെൻറ്റ് ഗൈസ് എൻചാൻറ്റർ. കുറേ അച്ചീവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ തന്നെ 2 അച്ചീവ്മെൻറ്റായി. ഗൈസ് ഞാൻ ടെക്സ്റ്റർ പാക്കിൻ്റെ കേട്ടോ. അവിടെ മഞ്ഞ കളർ കാണുന്നത്. പിന്നെ ലാപ്പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ സോഡ് വെച്ച് നോക്കാം. ഫയർ എക്സ്പെക്റ്റ് 1 ഫയർ 1 ആയതുകൊണ്ട് വേണ്ട ഗൈസ്. ഒരു ഫയർ എക്സ്പെക്റ്റ് പറഞ്ഞാൽ എത്ര ഉണ്ട് അതറിയില്ല. അൺബ്രേക്കിംഗ് 3 ഇത് വെച്ച് അൺബ്രേക്കിംഗ് 3യുടെ കൂടെ നോക്കട്ടെ. എഫിഷ്യൻസി 3 കുഴപ്പമില്ലാത്തൊരു എൻചാൻറ്റ് തന്നെയായിരുന്നു. എഫിഷ്യൻസി 3യും അൺബ്രേക്കിംഗ് 3യും അത്യാവശ്യം കിട്ടില്ലായിരുന്നു ഗൈസ്. ഇനി ഞാൻ പോയിട്ട് ഇത് നമ്മുടെ എൻ്റെ പേര് XP ഫാർമിൻ്റെ റിസോഴ്സ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കുറച്ച് പണിയുണ്ട്. എൻ്റെ കയ്യിൽ എന്തായാലും കുറേ ഡീപ്പ് സ്ലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഡീപ്പ് സ്ലൈറ്റും കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു ബ്ലോക്ക് ആക്കാം. ഡീപ്പ് സ്ലൈറ്റും കൊണ്ടാക്കാൻ പറ്റുന്ന ബ്ലോക്ക് ആക്കിയിട്ട് അതും പിന്നെ അതിന് കൂട്ടത്തിൽ വേണ്ട വേറെ കുറേ ഐറ്റംസ് ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ വേണ്ട സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം നേരം തന്നെ എടുത്തു. എൻ്റെ കയ്യിൽ വുഡ് തീരെയില്ലായിരുന്നു. അത് മെയിൻ ചെയ്യുന്നതായിരുന്നു ഏറ്റവും വലിയ പരിപാടി. അവസാനം ഞാനെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത്ര ഐറ്റംസ് ഉണ്ട്. ഇതും കൊണ്ട് ഇത് മതിയാവില്ല. ട്രാപ്പ് ഡോർ ഇത് മതിയാവും. മറ്റേ ഈ ബ്ലോക്ക് ഇത് പോരാ, കുറേ കൂടെ വേണം. അപ്പോൾ ഞാനത് കൊണ്ടുപോയി ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഫൈനലി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് വർക്കിംഗ് ആണ്. ഞാൻ 2 ലെയറേ പണിതിട്ടുള്ളൂ. 5 ലെയർ പണിയാണെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ ബ്ലോക്ക് തികഞ്ഞില്ല. ഇത് കണ്ടില്ല, അത്യാവശ്യം കിടിലമാണ്. ഇനിയിപ്പോൾ എക്സ്ട്രാ 2 ലെയറും കൂടെ വെച്ചാൽ നല്ല കിടിലമായിട്ട് വർക്കാവും. കണ്ടില്ല, നന്നായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. ക്രീപ്പറൊക്കെ വന്ന് വീഴുന്നുണ്ട്. പിന്നെ ഇതുണ്ട് സ്പൈഡർ. അവന്മാർ സ്പോൺ ആവാണ്ടിരിക്കാൻ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്താലും ഏക്കാനൊന്നും പോകുന്നില്ല. അവന്മാരെങ്ങനെ ആയാലും വരും. കണ്ട വയസ്സ്. ഇനി ബാക്കി എൻ്റെ കയ്യിൽ 1.5 സ്റ്റാക്ക് ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നം. ഇനി ബ്ലോക്ക് ആക്കി വേണ്ട സാധനങ്ങളും ആക്കിയിട്ട് ഞാനിത് ഓഫ് ക്യാമറയിലിരുന്ന് ബാക്കി ബിൽഡ് ചെയ്തോളാം. ഇപ്പോൾ ഇത് സ്റ്റിൽ വർക്കിംഗ് ആണ്. അതിൻ്റെ കൂട്ടത്തിലത് സ്കൾട്ടൻ്റെ നിന്ന് കിടിലം ബോയും കാര്യങ്ങളൊക്കെ കിട്ടും. അതും ഉപയോഗപ്പെടും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നെതറിൽ കയറാം ഗൈസ്. ഒബ്സീഡിയനും കാര്യങ്ങളൊക്കെ കിട്ടിയതല്ലേ. അടുത്ത എപ്പിസോഡിൽ നെതറിൽ കയറും. അടുത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അത്രേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതുവരെയായിരുന്നു ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബായ്.